Hi all, welcome to Tech Malayalam. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നമുക്ക് എങ്ങനെ ഒരു ഫോൺ സെലക്ട് ചെയ്യാം, എന്തൊക്കെ നോക്കിയിട്ട് വേണം നമ്മളൊരു ഫോൺ സെലക്ട് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേർക്ക് ആ ഒരു വീഡിയോ വളരെ ഹെൽപ്ഫുൾ ആയെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല കമൻസ് ഉണ്ടായിരുന്നു, അതേപോലെ നല്ല റെസ്പോൺസാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞങ്ങൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ഫോൺ എങ്ങനെ സെലക്ട് ചെയ്യാം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എങ്ങനെ ചെക്ക് ചെയ്യാം, വെബ്സൈറ്റിൽ എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. കാരണം അതിലിപ്പോൾ നമ്മൾ എന്താണ് ചിപ്സെറ്റ് എന്ന് പറഞ്ഞു, ചിപ്സെറ്റ് അതേപോലെ സ്റ്റോറേജ്, റാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഒരുപാട് വെബ്സൈറ്റ് നമുക്കിന്ന് അവൈലബിൾ ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന 2 വെബ്സൈറ്റിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. പല ബ്രാൻഡ്സും ഇപ്പോൾ ചെയ്തു വരുന്ന ഒരു കാര്യമാണ്, അവർ ഫോണിന് നെയിമിംഗ് കൊടുക്കുമ്പോൾ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള നെയിമിംഗ് കൊടുക്കുക. അതായത് ആദ്യം അവർ നല്ലൊരു ഫോൺ ഇറക്കും, നല്ല ഫീച്ചേഴ്സ് ഉള്ള നല്ല പെർഫോമൻസ് ഉള്ള ഒരു ഫോൺ ഇറക്കും. അത് അത്യാവശ്യം പോപ്പുലറായി എന്നൊക്കെ കാണുമ്പോൾ അതിനോട് ആ പേരിനോട് സിമിലർ ആയിട്ടുള്ള പേരുള്ള മറ്റൊരു സെക്കൻഡ് വേർഷൻ അവർ ഇറക്കും. അപ്പോൾ ഈ ഒരു ഫോണിന് ചിലപ്പം ആദ്യത്തെ ഫോണിൻ്റെ അത്ര പെർഫോമൻസ് ഉണ്ടായിരിക്കില്ല. സാധാരണ ഒരാൾ ഇത് കാണുകയാണെങ്കിൽ ഈ പേര് കാണുമ്പോൾ അവർ വിചാരിക്കും ഫീച്ചേഴ്സ് കുറച്ചും കൂടെ ഉണ്ടായിരിക്കും, കാരണം സെക്കൻഡ് വേർഷൻ അല്ലേ, അപ്പം ആദ്യത്തെ ഫോണിനേക്കാളും കുറച്ചും കൂടെ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും എന്നൊക്കെ കരുതിയിട്ടായിരിക്കും വാങ്ങിക്കുക. എന്നാൽ പക്ഷേ അതിന് ആ ഒരു പെർഫോമൻസ് ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ ഇതിനുള്ള ഒരു എക്സാമ്പിളാണ് റിയൽമി 1 എന്ന ഫോൺ. അപ്പോൾ റിയൽമി 1 ലോഞ്ച് ചെയ്ത ടൈമിൽ അതിന് നല്ല റെസ്പോൺസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ മീഡിയാടെക്കിൻ്റെ ഹീലിയോ P60 ചിപ്സെറ്റ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ 6GB റാം ഉണ്ടായിരുന്നു, 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉണ്ടായിരുന്നു. വളരെ ചീപ്പായ പ്രൈസിനായിരുന്നു അത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത് ഏകദേശം പോപ്പുലറായി എന്നൊക്കെ കാണുമ്പോൾ, ഈ ബ്രാൻഡ് വളരെ പോപ്പുലറായി എന്ന് കാണുമ്പോൾ ഇവർ ഇതിൻ്റെ ഒരു സെക്കൻഡ് വേർഷൻ പോലെ അവർ ഇറക്കി, അതായത് റിയൽമി 2. സാധാരണ ഒരാളിത് കാണുമ്പോൾ എന്താ വിചാരിക്കുക, റിയൽമി 2 എന്ന് പറയുമ്പോൾ 1നേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ഉള്ള ഫോണായിരിക്കും എന്നാണ് വിചാരിക്കുക. പക്ഷേ ഇവർ കുറച്ച് ഫീച്ചേഴ്സ്, അതായത് ഫിംഗർ പ്രിൻറ്റ് സെൻസർ, അതേപോലെ ഡ്യുവൽ ക്യാമറ, ഇതൊക്കെ അവർ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റിനേക്കാളും വളരെ ഡൗൺ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഫോണിൻ്റെ നെയിമിംഗ് നോക്കിയിട്ട് ഫോൺ എടുക്കരുത് എന്ന് പറയുന്നത്. കാരണം രണ്ടാമത് ഇറങ്ങുന്ന ആ ഒരു ഫോണിന് ചിലപ്പോൾ ആദ്യത്തേതിൻ്റെ അത്ര പെർഫോമൻസ് ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ റിയൽമി 2ന് ശേഷം ഇറങ്ങിയ ഒരു ഫോണായിരുന്നു റിയൽമി 2 Pro. അത് പറയുകയാണെങ്കിൽ അതിന് ശരിക്കും റിയൽമി 1ൻ്റെ സെക്കൻഡ് വേർഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം അതിൻ്റെ ഫീച്ചേഴ്സ് ആയാലും സ്പെസിഫിക്കേഷൻസ് ആയാലും അതിൻ്റെ പെർഫോമൻസും ഒക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടാണ് ഈ ഫോണിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഫോൺ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്യണം, എന്നിട്ട് നമ്മൾ ഫോൺ വാങ്ങിക്കുക. സോ അത് ഏതൊക്കെ വെബ്സൈറ്റ് ആണുള്ളത്, അത് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ സ്ഥിരമായിട്ട് ചെക്ക് ചെയ്യുന്ന 2 വെബ്സൈറ്റാണ് GSM Arena, അതേപോലെ deviceSpecification.com. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെ ഒരു ഫോണിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ചെക്ക് ചെയ്യുന്ന 2 വെബ്സൈറ്റിൽ ഒരെണ്ണമാണ് GSM Arena എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ലെഫ്റ്റ് സൈഡിൽ കുറേ ബ്രാൻഡ് കൊടുത്തിട്ടുണ്ടായിരിക്കും ഫോണിൻ്റെ. അപ്പോൾ ഏത് ബ്രാൻഡാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ചൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ സാംസങ് ആണ് എടുത്തിരിക്കുന്നത്. സാംസങ്ങിൻ്റെ ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ഫോൺസും അതേപോലെ ടാബും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലായിരിക്കും ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കുക, പിന്നീട് ആ ഓർഡറിലായിരിക്കും ബാക്കിയുള്ളതൊക്കെ ഉണ്ടായിരിക്കുക. അപ്പം ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫോണ് സെർച്ച് ചെയ്യാനാണെങ്കിൽ ഇവിടെ സെർച്ചിൻ്റെ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഫോൺ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫോൺ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫോൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഓവറോൾ ഡീറ്റെയിൽസാണ് നിങ്ങൾക്ക് ഫസ്റ്റ് കാണാൻ കഴിയുക. അതായത് അതിൻ്റെ ഡിസ്പ്ലേ എത്രയാണ്, അതിൻ്റെ ക്യാമറ, അതിൻ്റെ റാം, അതേപോലെ ബാറ്ററി കപ്പാസിറ്റി, ഇതൊക്കെ ആയിരിക്കും ആദ്യം നമുക്ക് കാണാൻ കഴിയുക. പിന്നീട് നമ്മൾ താഴേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ടെക്നോളജി, അല്ലെങ്കിൽ അത് ഏതൊക്കെ ബാൻഡ്സാണ് അതിൽ സപ്പോർട്ട് ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നീട് അത് ലോഞ്ച് ചെയ്ത ഡീറ്റെയിൽസ്, ഇപ്പോൾ അവൈലബിൾ ആണോ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അതിൻ്റെ ബോഡി ആണെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ എത്രയാണ്, അതേപോലെ വെയിറ്റ്, ബിൽഡ്, ഏതൊക്കെ സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നതൊക്കെ നമുക്ക് ഇതിൽ മനസ്സിലാക്കാം. സിമ്മിൻ്റെ കാര്യമാണെങ്കിൽ സിംഗിൾ സിം ആണോ അതേപോലെ ഡ്യുവൽ സിം ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം.
പിന്നീടുള്ളതാണ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞത്. ഡിസ്പ്ലേയിൽ നമുക്ക് ഏത് ടൈപ്പാണ്, ഏതാണ് അതിൻ്റെ സൈസ്, റെസൊല്യൂഷൻ, ഇതൊക്കെ കാണാൻ പറ്റും. പിന്നീട് ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ചിപ്സെറ്റ്. അപ്പം ഏത് ചിപ്സെറ്റാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? സ്നാപ്ഡ്രാഗൺ 710 ആണ്. അപ്പോൾ അതിൽ OS ഏതാണ്? ആൻഡ്രോയിഡ് 9 Pie ആണ്. അപ്പോൾ അതിൻ്റെ CPU, GPU ഈ ഡീറ്റെയിൽസൊക്കെ ഇവിടെ നമുക്ക് ഈ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നീട് അതിൻ്റെ മെമ്മറി, ഏത് കാർഡാണ്, ഇപ്പോൾ മൈക്രോ SD നമുക്ക് എത്ര GB വരെ പറ്റും എന്നുള്ളത് ഉണ്ടായിരിക്കും. അതേപോലെ ഇൻറ്റേർണൽ സ്റ്റോറേജ് എത്രയാണ് എന്നുള്ളതും ഉണ്ടായിരിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇതിലിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ട്രിപ്പിൾ ക്യാമാണ്. അതായത് 24 MP, 10 MP, 5 MP ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. പിന്നീട് അതിൻ്റെ വീഡിയോ ക്യാപ്ചറിങ് പറയുന്നത് ഫുൾ HD അറ്റ് 30 FPS ആണ്. പിന്നീട് സെൽഫി ക്യാമറേൻ്റെ ആണെങ്കിൽ 24 MP ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ക്യാപ്ചറിങ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അതിൻ്റെ വൈഫൈ കണക്ഷനെ കുറിച്ചും അതേപോലെ ബ്ലൂടൂത്ത്, GPS, റേഡിയോ, USB ഇതിൻ്റെ ഡീറ്റെയിൽസും നമുക്കിവിടെ കാണാം. ഫീച്ചേഴ്സ്, അതിൻ്റെ സെൻസേഴ്സ് എങ്ങനെയാണ്, ഫിംഗർ പ്രിൻറ്റ്, അതേപോലെയുള്ള കാര്യങ്ങളും കാണാം. പിന്നീടുള്ള കാര്യമാണ് ഈ ബാറ്ററി എന്ന് പറയുന്നത്. 3400 mAh ബാറ്ററിയാണ് അതാണ് ഇതിൻ്റെ കപ്പാസിറ്റി. പിന്നീട് നമുക്ക് ഏതൊക്കെ കളേഴ്സിൽ ഫോൺ അവൈലബിൾ ആണെന്നൊന്നും ഇതിൽ കൊടുത്തിരിക്കും. ഇങ്ങനെ ആദ്യം അവരൊരു ഓവറോൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പിന്നീട് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ആ ഫോണിനെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഫോൺ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ടോ നിങ്ങൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക. എന്നിട്ട് മാത്രം നിങ്ങൾ ഫോൺ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതിൽ രണ്ടാമതുള്ളൊരു വെബ്സൈറ്റാണ് devicespecifications.com എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാം, ഇതിൽ കുറേ ഫോൺ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ലേറ്റസ്റ്റ് ന്യൂസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കുറേ ബ്രാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ ഒരുപാട് ബ്രാൻഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡ് നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരുപാട് ഫോൺസ് നമുക്ക് കാണാൻ പറ്റും ആ ഒരു ബ്രാൻഡിലുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ ഒരു ഫോൺ സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതായത് അതിൻ്റെ ഡയമെൻഷൻ എത്രയാണ്, വെയിറ്റ് എത്രയാണ്, SoC അതായത് അതിൻ്റെ ചിപ്സെറ്റ് ഏതാണ്, CPU, GPU, RAM, സ്റ്റോറേജ്, അതേപോലെ ഡിസ്പ്ലേ, OS, ക്യാമറ, ഇങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നീട് നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും. അതായത് ബ്രാൻഡ് ഏതാണ്, മോഡൽ, ആ ഡീറ്റെയിൽസും അതേപോലെ ഡിസൈൻ ഏതൊക്കെയാണ്, വിഡ്ത്ത്, അതിൻ്റെ ഹൈറ്റ്, തിക്നെസ്, അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കളേഴ്സ്, ഏതൊക്കെ കളേഴ്സിലാണ് ഈ ഒരു ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് കാണാം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചും ഇതിലുണ്ടായിരിക്കും. ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഉള്ളത് എന്നുള്ളത് ഇതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതേപോലെ സിസ്റ്റം ഓൺ ചിപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഇവിടെ ഉണ്ടായിരിക്കും. ഇവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് Qualcomm Snapdragon 710 ആണ്. അപ്പോൾ അതേപോലെ CPU-ൻ്റെ കാര്യമായാലും അതിൻ്റെ CPU-യുടെ സ്പീഡും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതേപോലെ GPU ഫ്രീക്വൻസി എന്ന് പറയുന്നത് അതിൻ്റെ സ്പീഡാണ്. അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. റാമിൻ്റെ കപ്പാസിറ്റി, റാമിൻ്റെ ടൈപ്പ്, അതേപോലെ റാമിൻ്റെ സ്പീഡ്, അതൊക്കെ ഇതിൽ കാണാം. സ്റ്റോറേജ് എത്രയാണ്, ഇതിലിപ്പം 128 GB ആണ് കൊടുത്തിരിക്കുന്നത്, 64 GB-യും ഉണ്ടായിരിക്കും. അങ്ങനെ അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. മെമ്മറി കാർഡ്സിൻ്റെ ഡിസ്പ്ലേ, അതിൻ്റെ സെൻസേഴ്സ്, ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ സെൻസേഴ്സിനെ കുറിച്ചും ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ക്യാമറ സെൻസറിൻ്റെ ഏത് മോഡലാണ്, ഇപ്പോൾ സോണിയുടെ മോഡലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഒരുപാട് ഫീച്ചേഴ്സ്, മറ്റുള്ള പല ഫീച്ചേഴ്സും ഇവിടെ ഏതൊക്കെയാണെന്നൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡറി ക്യാമറ അതിൻ്റെ ഡീറ്റെയിൽസും ഉണ്ട്. ഇപ്പോൾ ഇമേജ് റെസൊല്യൂഷൻ എത്രയാണ്, വീഡിയോ റെസൊല്യൂഷൻ, ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓഡിയോ, അതേപോലെ റേഡിയോ, ഇങ്ങനെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പോൾ കണക്ടിവിറ്റീനെ കുറിച്ചാണെങ്കിലും ബ്രൗസർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ബാറ്ററി കപ്പാസിറ്റി എത്രയാണ്, ഇങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്ന ഫോണ്, അത് ഇപ്പം വേറെ 2 ഫോണാണ് നമ്മൾ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നത്. അതിൽ ഏത് വാങ്ങണമെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം 2 ഫോണും കൂടെ. അതായത് ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു ഫോൺ ഇപ്പോൾ ഞാൻ എടുത്തു. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഈ ആഡ് ഫോർ കമ്പാരിസൺ എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഫോൺ ഇവിടെ ആഡ് ആയിട്ടുണ്ടായിരിക്കും. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഫോൺ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ ജസ്റ്റ്
ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഫോണും കൂടെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ ആഡ് ഫോർ കമ്പാരിസൺ കൊടുത്തു കഴിഞ്ഞാൽ അതും കൂടെ ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 2 ഫോണും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ താഴെയുള്ള കമ്പയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പം ഈ 2 ഫോണിൻ്റെ ഡീറ്റെയിൽസും നമുക്ക് വരും. അപ്പോൾ നമുക്ക് ഓരോ കാര്യം അതിൻ്റെ ഡിസൈൻ ആയാലും വിഡ്ത്ത്, വെയിറ്റ്, അതേപോലെ അതിൻ്റെ സിം കാർഡ്, ഇതൊക്കെ 2 ഫോണിൻ്റെയും ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്കിത് രണ്ടും വെച്ച് എല്ലാ കാര്യങ്ങളും 2 ഫോണിൻ്റെയും ചെക്ക് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എല്ലാ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും ഇതിൽ. ചിപ്പിനെ കുറിച്ചും ഡിസ്പ്ലേ എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ടായിരിക്കും. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഈ 2 ഫോണും കമ്പയർ ചെയ്യാം. അപ്പോൾ ഏത് ഫോണാണ് നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേറൊരാളുടെ ഒപ്പീനിയൻ തേടാതെ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ 2 വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫോണാണ് വേണ്ടതെങ്കിൽ അത് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് ചെക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഒരു ഫോൺ വാങ്ങിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഫോൺ വാങ്ങിക്കുക. മറ്റൊരാളുടെ ഒപ്പീനിയൻ ഇനി നിങ്ങൾക്ക് ആവശ്യം ഉണ്ടായിരിക്കില്ല. ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക. കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. ദിസ് ഈസ് മീ ഷോണ. ബൈ.